പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും എല്ലാവർക്കും സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്ങനെ വീണ്ടും നമ്മളിവിടെ അയർലൻഡിൽ നിന്ന് മറ്റൊരു പട്ടണത്തിൽ മറ്റൊരു സ്ഥലത്ത് ഇന്നലെ വന്നു. ഇവിടെയെല്ലാം സെറ്റപ്പ് എല്ലാം ചെയ്തു. ഇന്നലത്തെ ശുശ്രൂഷകളെല്ലാം വളരെ വിജയകരമായിരുന്നു. ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് നീങ്ങും. 2565 പറയുന്നത് പരിശുദ്ധ രാജകീയ തൃത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യഛേദനയുമായിട്ടുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. ഓ ദൈവമേ, ത്രിത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണെന്നാൽ മാമോദീസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞവരാണ്. ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കുകയും അവിടുത്തെ ശരീരമായ സഭയിൽ വ്യാപിക്കുകയും ചെയ്യുന്ന തോതനുസരിച്ചാണ് ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാനങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് ഉള്ളത്. സ്നേഹമുള്ളവരെയും നമുക്കുടനെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ദിവസങ്ങളിൽ പ്രവചനം അതിശക്തമായിട്ട് കർത്താവ് നൽകുന്നു. പ്രവചനത്തിനായിട്ട് കാതോർക്കാം. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെപ്പോലെ നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവനും പ്രവാചകന്മാരായിരുന്നെങ്കിൽ എന്ന്, കർത്താവിൻ്റെ ആത്മാവിന് എല്ലാവരിലും നൽകിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുകയാണ്. 1 സാമുവേൽ 10:6 അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി നീ മാറും. സൗളും ഭൃത്യനും ഗിബെയയിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. പ്രൈസ് ദ ലോർഡ്. സൗളും പ്രവാചകനായോ? ഹല്ലേലൂയ. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കും. ആകയാൽ എൻ്റെ സഹോദരരെ, പ്രവചനപരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ. ഭാഷാവരത്തോടെ സംസാരിക്കുന്നവരെ നിരോധിക്കേണ്ട. ഹലബല 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 ഹലബല. ഇതാ എല്ലാവരും സ്തുതിച്ചുകൊണ്ട് പ്രവചനത്തിനായി ദാഹിക്കണം. പ്രവചനത്തിനായി ദാഹിക്കുവിൻ. ഹലബല 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 ഹലബല. പ്രവചനത്തിനായി ദാഹിക്കുവിൻ. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, എല്ലാവരും ഒന്നുകൂടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണേ. പ്രവചനം നൽകണേ. പ്രവചനത്തിനായിട്ട് ദാഹിക്കുന്നു. പ്രവചനത്തിനായിട്ട് ദാഹിക്കുന്ന കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. Come Holy Spirit. Come Holy Spirit. Let the anointing of the Lord come down. Let the anointing of the Lord come down.
Let the anointing of the Lord from heaven come down. Let the anointing of the Lord come down. Waymaker, miracle worker, promise keeper, light in the darkness. My Lord, that is who you are. Waymaker, miracle worker, promise keeper, light in the darkness. My Lord, that is who you are. ശരബല ഹരബല ഹരബല ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധ ശരബക്കല്ലമ്മക്കാര ശരബക്കല്ലമ്മക്കാര കൂറബിയലബൂറബക്കാര ശിരലബാറബക്കാര ലംബിയലബക്കാര. എന്റെ വാത്സല്യഭാചനങ്ങളെ, ഞാനാകുന്നു നിങ്ങളെ സൃഷ്ടിച്ചവൻ, ഞാനാകുന്നു നിങ്ങളെ അഭിഷേകം ചെയ്തവൻ, ഞാനാകുന്നു നിങ്ങളിൽ ജ്വലിക്കുന്നവൻ, ഞാനാകുന്നു നിങ്ങളിലൂടെ പ്രവചിക്കുന്നവൻ. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. എൻ്റെ വാക്കുകൾ ഞാൻ തന്നെയാണ്, എൻ്റെ ശബ്ദം ഞാൻ തന്നെയാണ്. ഞാൻ ശബ്ദിക്കുമ്പോൾ പ്രപഞ്ചം മുഴുവനിലും ചലനമുണ്ടാക്കും. പ്രപഞ്ചം മുഴുവനെയും രൂപാന്തരപ്പെടുത്താൻ എൻ്റെ ഒരു ശബ്ദം മതി. എൻ്റെ ശബ്ദത്തിൻ്റെ മാറ്റലുകൾ ഞാനിതാ നിങ്ങളിലൂടെ ലോകം മുഴുവനിലേക്കും ഞാൻ മാറ്റൊലിക്കൊള്ളുന്നു. എൻ്റെ സർവാധീന ശക്തി ഇതാ ഞാൻ തുറന്നു വിടുന്നു. എൻ്റെ ഉയർപ്പിന്റെ ശക്തി, എൻ്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. ഇതാ പുനരുത്ഥാനം സംസാരിക്കുന്നു, പുനരുത്ഥാനം ജ്വലിക്കുന്നു. സകലത്തെയും നവീകരിക്കുന്ന എൻ്റെ അത്യഗ്രാഹ്യമായ ശക്തിയെ ഞാനിതാ തുറന്നു വിടുന്നു. എൻ്റെ ജനമേ, നിങ്ങളുടെ വിശ്വാസത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇതുപോലെ വിശ്വാസമുള്ള ജനതയായിട്ട് എല്ലാവരും മാറട്ടെ. വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ ഞാനിതാ വളർത്തുന്നു. നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢമാക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ കരുത്തുള്ളതാക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കരുത്തിലൂടെ പ്രപഞ്ചം മുഴുവനെയും ഞാൻ താങ്ങി നിർത്തും. സഭ മുഴുവനിലും വലിയ നവീകരണം ഞാൻ നടത്തും. എൻ്റെ അഗ്രാഹ്യമായ ജ്ഞാനവും എൻ്റെ അഗ്രാഹ്യമായ ശക്തിയും നിങ്ങളുടെ വിശ്വാസത്തിലൂടെ ഞാനിതാ തൊടുത്തുവിടുന്നു. അമ്പുപോലെ തൊടുത്തുവിടുന്നു. അത് അനേകരിലേക്ക് കയറും. ബിഷപ്പുമാരിലേക്ക് കയറും, വൈദികരിലേക്ക് കയറും, ധ്യാനഗുരുക്കന്മാരിലേക്ക് കയറും. എൻ്റെ ആത്മാവിൻ്റെ അത്യഗ്രാഹ്യമായ ജ്ഞാനവും വെളിപാടും ഞാനിതാ തൊടുത്തുവിടുന്നു. ശരബക്കീര ലംബൂറമക്കാര, നിങ്ങളെ ഞാനിതാ ഉയർത്തുന്നു. നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ സഭയിൽ ഞാൻ ചെയ്യുന്നു. നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ സഭയിലും ലോകത്തിലും ഞാനിതാ ചെയ്യുന്നു. ഒരു വലിയ പ്രവാഹം ഇതാ ഞാൻ തുറന്നു വിട്ടിരിക്കുന്നു. ഒരു വലിയ പ്രവാഹം ഞാനിതാ തുറന്നു വിട്ടിരിക്കുന്നു. എൻ്റെ ജനമേ, നിങ്ങളിലൂടെ ഞാൻ എൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രവാഹമിതാ തുറന്നു വിട്ടിരിക്കുന്നു. സ്വീകരിക്കുവിൻ. ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. തുറന്നു വിട്ടിരിക്കുന്നു. ആമേൻ. ഓഹോ, നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ, നന്ദി. നമുക്ക് വലിയ
വിശ്വാസത്തോടെ ഈ പ്രവചനത്തെ സ്വീകരിച്ചുകൊണ്ട് സഭ മുഴുവനും വേണ്ടി ഇതൊഴുകട്ടെ, സഭ മുഴുവനും വേണ്ടി ഇത് പ്രവഹിക്കട്ടെ. ഈ പ്രവചന സമയത്ത് ആർക്കോ വലിയ അഭിഷേകം ഉണ്ടായിട്ടുണ്ട്. ശരീരം മുഴുവനും കുളിരുകോരുന്ന അനുഭവം. ഈ പ്രവചനം എപ്പോ കേട്ടാലും ഇത് കേൾക്കുന്നവന് മാത്രമല്ല, സഭ മുഴുവനിലും. സങ്കീർത്തനം 124:5 ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങളിലൂടെ വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോ രോഗസൗഖ്യം, പ്രവചനത്തിൻ്റെ സ്ഥിരീകരണത്തിനുള്ള രോഗസൗഖ്യത്തിൽ ചെവിയിലെ വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. ഞാൻ തന്നെ അത് ഏറ്റെടുക്കുന്നു. കർത്താവേ, എൻ്റെ ചെവിയിൽ ഭയങ്കര വേദനയാണ്. ചെവി വേദനയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ആർക്കെങ്കിലും വേറെയും ആകാം. നെഞ്ചിൽ വലിയ ഭാരമുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ആകുലത മൂലം, ഡിപ്രഷൻ, ആകുലത, ഭാവിയെക്കുറിച്ചുള്ള ആകുലത മൂലം ഭയങ്കര മനസ്സിടിഞ്ഞ ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കർത്താവാൻ എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകയില്ല എന്ന് സങ്കീർത്തനം അവരെ ഓർമ്മിപ്പിക്കുന്നു. ഒടുവിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. 7 കൂദാശകളെ കുറിച്ചാണ് നമ്മുടെ ക്ലാസ്. ഇത് എപ്പിസോഡ് 1070 ഇന്ന് 2026 ഫെബ്രുവരി മാസം 12 അയർലൻഡിൽ നിന്നാണ് ഈ തത്സമയ ശുശ്രൂഷ. ഇവിടെ ഓരോ സ്ഥലത്തും ധ്യാനം നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വെളുപ്പാങ്കാലത്ത് ഈ ശുശ്രൂഷ ചെയ്യുന്നു. സഭയുടെ 7 കൂദാശകൾ. 1210 ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ കൂദാശകൾ സ്ഥാപിച്ചു. അവ 7 എണ്ണമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുംഭസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. ഈ 7 കൂദാശകൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും എല്ലാ സുപ്രധാന നിമിഷങ്ങളെയും സ്പർശിക്കുന്നു. ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ കൂദാശകളിലുള്ള ബയോളജിക്കലായിട്ടുള്ള ഒരു ഗ്രോത്താണ്. നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ പടിപടിയായിട്ട് ഇങ്ങനെ വളരുന്ന പോലെ തന്നെ കൂദാശകളിലൂടെ നാം പടിപടിയായിട്ട് വളരണം. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെ ആദ്യം മാമോദീസായിലൂടെ പുതിയ സൃഷ്ടിയാക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് അഥവാ ജീവജലം എന്ന് പറയുന്നത് ഒരു വ്യക്തി അമ്മയുടെ ഗർഭത്തിൽ ആയിരിക്കുമ്പോൾ ആ ഗർഭപാത്രത്തിലുള്ള ജലമാണ് ജീവജലം. ആ ജീവജലത്തിൽ നിന്നും കുഞ്ഞ് പുറത്തു വന്നാൽ, ജനിച്ചു കഴിഞ്ഞാൽ
ഉടനെ തന്നെ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിലേക്ക് ആ കുഞ്ഞിനെ പുതുജീവൻ നൽകുന്നു. അങ്ങനെയാണ് മാമോദീസായിൽ പരിശുദ്ധാത്മാവ് ജീവജലമായി മാറുന്നു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും എല്ലാ സുപ്രധാന നിമിഷങ്ങളെയും കൂദാശകൾ സ്പർശിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ കൂദാശകളെക്കുറിച്ചുള്ള വലിയ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാനം ഈശോ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നു. എന്നിട്ടെന്താ പറയണേ? നിങ്ങൾ ലോകമെല്ലാം പോയി എല്ലാവരെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. ആ സ്നാനപ്പെടുത്തിയാൽ മാത്രം പോരാ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളവ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. അങ്ങനെ കൂദാശകളിലൂടെയാണ് നമ്മൾ വളരുന്നത്. എന്നാൽ ആ കൂദാശകളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് ജ്ഞാനസ്നാനം എന്ന കൂദാശയെക്കുറിച്ചും ഏറ്റവും വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കൂദാശയാണ് ജ്ഞാനസ്നാനം. അങ്ങനെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും തമ്മിൽ കുറെ സാമ്യമുണ്ട്. ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ കൂദാശകൾ സ്ഥാപിച്ചു. അവ 7 മാമോദീസ, ശരീരലേപനം, കുർബാന, കുമ്പസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. ഈ 7 കൂദാശകൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും എല്ലാ സുപ്രധാന നിമിഷങ്ങളെയും സ്പർശിക്കുന്നു. അവ ക്രൈസ്തവൻ്റെ വിശ്വാസ ജീവിതത്തിന് ജനനവും വളർച്ചയും രോഗവിമുക്തിയും ദൗത്യവും നൽകുന്നു. കണ്ടോ? അവ ക്രൈസ്തവൻ്റെ വിശ്വാസ ജീവിതത്തിന് വിശ്വാസത്തിൽ നവജാതനായി ജനിക്കുക. അവ ക്രൈസ്തവൻ്റെ വിശ്വാസ ജീവിതത്തിന് ജനനവും വളർച്ചയും രോഗവിമുക്തിയും ദൗത്യവും നൽകുന്നു. അങ്ങനെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും തമ്മിൽ കുറെ സാമ്യമുണ്ട്. ഇവിടെയാണ് ഇനി നമുക്കൊരു സൈഡ് പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് 1113 പെസഹാ രഹസ്യം സഭയുടെ കൂദാശകളിൽ എന്ന ഭാഗത്തിൽ സഭയുടെ ആരാധനാ ജീവിതം മുഴുവനും കുർബാന, കൂദാശകൾ എന്നിവയ്ക്ക് ചുറ്റുപാണ് ഭ്രമണം ചെയ്യുന്നത്. സഭയിൽ 7 കൂദാശകളുണ്ട്. മാമോദീസ, സ്ഥൈര്യലേപനം അഥവാ മൂറോൻ അഭിഷേകം, കുർബാന, കുമ്പസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. സഭയുടെ 7 കൂദാശകൾക്കും സിദ്ധാന്തപരമായ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഈ വകുപ്പ് ചർച്ച ചെയ്യും. അവയുടെ ആഘോഷത്തെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ 2-ാം അധ്യായത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഓരോന്നിനെക്കുറിച്ചും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ 2-ാം ഘട്ടത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ സൈദ്ധാന്തികം എന്ന് പറഞ്ഞാൽ ഡോക്ട്രിനലായിട്ടുള്ള സൈദ്ധാന്തികം,
ഡോക്ട്രിനലായിട്ട്. അതായത് നമ്മൾ പലതരത്തിലുള്ള അന്ധവിശ്വാസത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ അന്ധവിശ്വാസത്തെ നമ്മളിൽ നിന്ന് അകറ്റുന്നതിനാണ് ഈശോ പറയുന്നത്, ഞാൻ പഠിപ്പിച്ചത് അവരെ പഠിപ്പിക്കുക. ഞാൻ പഠിപ്പിച്ചത്. ഈശോ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നതാണ് സഭയുടെ പ്രബോധനം, കത്തോലിക്ക സഭയുടെ. അപ്പം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടാം വത്തിക്കാൻ സൂനഹദോസിന് ശേഷം സൂനഹദോസിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് 4 ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ലൂമൻ ജെൻഷ്യം, സാക്രസാൻഡം കൺസീലിയം, അതോടൊപ്പം ഡൈവർബം ദൈവവചനം, പിന്നെ സഭ ആധുനിക ലോകത്തിൽ ഗൗഡിയം എസ്പെക്സ്. അപ്പോൾ ഇതെല്ലാം സൈദ്ധാന്തികമാണ്, ഡോക്ട്രിനലായിട്ടുള്ള പ്രബോധനമാണ്. നമ്മൾ നമ്മുടെ മാനുഷികമായ ചിന്തകളിലൂടെ അല്ല ഇതെല്ലാം പഠിക്കേണ്ടത്. ഓക്കെ, 1211 ഈ സാധർമ്മ്യം കണക്കിലെടുത്തുകൊണ്ട് 1-ാം അധ്യായം ക്രൈസ്തവ ജീവിതത്തിലേക്കുള്ള ഔപചാരിക പ്രവേശനത്തിൻ്റെ 3 കൂദാശകളെ പറ്റി വിവരിക്കുന്നു. 2-ാമത്തെ അധ്യായം സൗഖ്യദാനത്തിൻ്റെ കൂദാശകളെയും 3-ാമത്തെ അധ്യായം വിശ്വാസികളുടെ ഐക്യത്തിനായുള്ള ശുശ്രൂഷയുടെയും ദൗത്യത്തിൻ്റെയും കൂദാശകളെയും വിവരിക്കുന്നു. അതാണ് കൂദാശകളെ പരിഗണിക്കുന്നതിന് ഈ ക്രമം മാത്രമല്ല ഉള്ളതെങ്കിലും ഓരോ കൂദാശയ്ക്കും അതിൻ്റേതായ സജീവ സ്ഥാനമുള്ള ഒരു ദൈവ സമഗ്രതയ്ക്ക് കൂദാശകൾ രൂപം നൽകുന്നുവെന്ന് കാണിച്ചു തരുവാൻ ഈ ക്രമം സഹായകമാണ്. പ്രൈസ് ദ ലോർഡ്. ഒന്നുകൂടി വായിക്കാം. ഈ സാധർമ്മ്യം കണക്കിലെടുത്തുകൊണ്ട് 1-ാം അധ്യായം ക്രൈസ്തവ ജീവിതത്തിലേക്കുള്ള ഔപചാരിക പ്രവേശനത്തിൻ്റെ 3 കൂദാശകളെ പറ്റി വിവരിക്കുന്നു. 2-ാമത്തെ അധ്യായം സൗഖ്യദാനത്തിൻ്റെ കൂദാശകളെ, 1-ാം അധ്യായം ഔപചാരിക പ്രവേശനത്തിൻ്റെ 3 കൂദാശകളെ പറ്റി, അതാണ് ഇനിസിയേഷൻ, പ്രവേശന അല്ലെങ്കിൽ ആരംഭ കൂദാശകൾ എന്ന് പറയുന്നത്. 2-ാമത്തെ അധ്യായം സൗഖ്യദാനത്തിൻ്റെ കൂദാശകൾ ആണ് കുംഭസാരം, രോഗിലേപനം, ഇതെല്ലാം. 3-ാമത്തെ അധ്യായം വിശ്വാസികളുടെ ഐക്യത്തിനുള്ള ശുശ്രൂഷയുടെ ദൗത്യത്തിൻ്റെയും കൂദാശകൾ വിവരിക്കുന്നു. കൂദാശകളെ പരിഗണിക്കുന്നതിന് ഈ ക്രമം മാത്രമല്ല ഉള്ളതെങ്കിലും ഓരോ കൂദാശയ്ക്കും അതിൻ്റേതായ സജീവ സ്ഥാനമുള്ള ഒരു ജൈവ സമഗ്രത, അതായത് ഒരു ബയോളജിക്കൽ ഗ്രോത്ത് കൂദാശകൾ രൂപം നൽകുന്നുവെന്ന് കാണിച്ചു തരുവാൻ ഈ ക്രമം സഹായകമാണ്. ഈ ജൈവ സമഗ്രതയിൽ വിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശ എന്ന നിലയിൽ അതുല്യമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്നു. മറ്റുള്ള എല്ലാ കൂദാശകളും അവയുടെ ലക്ഷ്യമായ കുർബാനയിലേക്ക് ഉന്മുഖപ്പെട്ടവയാണ് എന്ന് കാണാവുന്നതാണ്. വിശുദ്ധ തോമസ് അക്വിനാസ് സുമ്മാ തിയോളജിയിൽ നടത്തിയിരിക്കുന്ന പ്രബോധനമാണത്. വിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശയാണ്. അതാണ് നമ്മൾ സാധാരണ പറയുമ്പോൾ ഇങ്ങനെ പറയും, ബ്ലെസ്സഡ് സാക്രമെൻറ്റ്,
ബ്ലെസ്സഡ് സാക്രമെന്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ബ്ലെസ്സഡ് ഓഫ് ഓൾ അതർ സാക്രമെന്റ്. അതാണ് ബ്ലെസ്സഡ് സാക്രമെന്റ്. 1211 സൈഡ് പാരഗ്രാഫ് നമ്മൾ വായിക്കണം. 1374 പറയുന്നത്, ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളിലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനന്യമാണ്. അത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ പൂർണ്ണതയും എല്ലാ കൂദാശകളുടെയും ലക്ഷ്യവും എന്ന നിലയിൽ കുർബാനയെ സകല കൂദാശയേക്കാൾ ഉന്നതമാക്കുന്നു. ഏറ്റവും പരിശുദ്ധ കൂദാശയായ കുർബാനയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ആത്മാവോടും ദൈവികതയോടും കൂടി സത്യമായും യഥാർത്ഥമായും സത്താപരമായും അങ്ങനെ ക്രിസ്തു മുഴുവനും അടങ്ങിയിരിക്കുന്നു. അതാണ് റിയൽ പ്രസൻസ്. കർത്താവിൻ്റെ യഥാർത്ഥ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാനയിൽ. എന്തെല്ലാമാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത് ആ പ്രബോധനം പോളാറാമന്മാർ പാപ്പയുടെ തന്നെ പ്രബോധനത്തിൽ നിന്നും ഉള്ളതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും. നമ്മൾ സാധാരണ ശരീരവും രക്തവും എന്ന് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. യേശുവിൻ്റെ ശരീരവും രക്തവും എവിടെ ഉണ്ടോ അവിടെ ആത്മാവും ദൈവത്വവും. അപ്പം യേശുവിൻ്റെ ശരീരവും രക്തവും ആത്മാവോടും ദൈവികതയോടും കൂടി സത്യമായും യഥാർത്ഥമായും സത്താപരമായും അങ്ങനെ ക്രിസ്തു മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഇതിനെയാണ് യഥാർത്ഥ സാന്നിധ്യം അല്ലെങ്കിൽ റിയൽ പ്രസൻസ് എന്ന് വിളിക്കുന്നത്. ഇത് സാന്നിധ്യത്തിലുള്ള മറ്റുള്ള രീതികൾ യഥാർത്ഥമല്ല എന്ന വിധത്തിൽ അവയെ ഒഴിവാക്കി നിർത്താനല്ല. സാന്നിധ്യത്തിലുള്ള മറ്റ് രീതികൾ ഇപ്പോൾ ഈശോ പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാനവിടെയുണ്ട്. അതും സാന്നിധ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാന്നിധ്യത്തെ ഒഴിവാക്കാനല്ല ഇത് പറയുന്നതെന്ന്. എന്നാൽ ഈ യഥാർത്ഥ സാന്നിധ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് സാന്നിധ്യത്തിൻ്റെ മറ്റുള്ള രീതികൾ യഥാർത്ഥമല്ല എന്ന വിധത്തിൽ അവയെ ഒഴിവാക്കി നിർത്താനല്ല, പിന്നെയോ സാന്നിധ്യം സമുന്നതമായ രീതിയിലായതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു. അതായത് ദൈവവും മനുഷ്യനുമായ ക്രിസ്തുവിൽ, അതായത് വിശുദ്ധ കുർബാനയിൽ ഈശോ ദൈവവുമാണ്, അതേസമയം മനുഷ്യനുമാണ്. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിയിടുവിൻ നമ്മൾ പറഞ്ഞു. അത് കാൽസിഡോണിയൻ സിനഡിൻ്റെ കാര്യം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈശോയിൽ 2 വ്യക്തിത്വമുണ്ട്. ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും. അത് ആ 2 വ്യക്തിത്വവും പരസ്പരം കലർത്തപ്പെടുകയോ വിഭജിക്കപ്പെടുകയോ മാറ്റപ്പെടുകയോ ഇല്ല. എന്നാൽ അത് ഒന്നാണ്. അങ്ങനെ ഒന്നായിരിക്കുമ്പോഴും അവയിൽ ഉള്ള വ്യതിരിക്തത നിലനിർത്തുന്നു. 467 കാൽസിഡോണിയൻ സിനഡിൻ്റെ വലിയ പ്രബോധനമാണ്. അപ്പം യഥാർത്ഥ സാന്നിധ്യം, ഈ സാന്നിധ്യത്തിൽ മറ്റുള്ള സാന്നിധ്യത്തിൻ്റെ രീതികൾ യഥാർത്ഥമല്ല എന്ന വിധത്തിൽ അവയെ ഒഴിവാക്കാൻ നിർത്താനല്ല, പിന്നെയോ സാന്നിധ്യം സമുന്നതമായ രീതിയിലായതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു. അതായത് ദൈവവും മനുഷ്യനുമായ ക്രിസ്തു തന്നെ സമഗ്രമായും പൂർണ്ണമായും സന്നിഹിതനാക്കുന്നു. സത്താപരമായ ഈ സാന്നിധ്യമാണിത്, സത്താപരമായ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെയും, നമ്മളിപ്പോൾ ഇവിടെ ഇന്നത്തെ ഈ ശുശ്രൂഷ ഇവിടെ നിർത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നന്ദി.
God bless you. Bye bye.